അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമദാൻ 3. റമദാനിലെ 2 ദിവസങ്ങൾ അതിമനോഹരമായിട്ട് നമ്മളിലൂടെ കടന്നുപോയില്ലേ. മൂന്നാം ദിവസത്തിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. റമദാൻ 3 ഒരു വല്ലാത്ത പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾക്കറിയോ? നമ്മുടെ എല്ലാം ഹൃദയത്തില് എപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന നമ്മുടെ പുന്നാര ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനം കൂടെയാണ് റമദാൻ 3. നമുക്കറിയാം, ലോകാനുഗ്രഹിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളാണ് ഫാത്തിമ ബീവി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത നീരുറവ പൊട്ടാറുണ്ട്. ആ പേര് പറയുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷം നിറയാറുണ്ട്. അവരുടെ ചരിത്രം, അവരുടെ കഥകൾ, അവരുടെ പേര്, ഇതെല്ലാം നമ്മളെ വല്ലാതെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നതാണ്. അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. അവരുടെ ചരിത്രം പറയുന്നത് പോലും പുണ്യമാണ്. ആ സൗഭാഗ്യവും പുണ്യവും നമുക്കും വേണം. അവ നേടാൻ നമുക്കും അവരെക്കുറിച്ചുള്ള അറിവുകൾ നേടണം. നമുക്ക് അവരുടെ പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവരെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കാം. ഹബീബായ തങ്ങൾ ഒരിക്കലും ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുകയുണ്ടായി. ഒരു മലക്കിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്ത എന്നെ അറിയിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞ മനോഹരമായ വാക്കാണിത്. സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന സകല സ്ത്രീകളും ഫാത്തിമ ബീവിയെ കുറിച്ച് അറിയണ്ടേ? അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്ന ആ നേതാവിനെ കുറിച്ച് അറിയണ്ടേ? മനുഷ്യവർഗത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ് ഫാത്തിമ. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ഖദീജ ബീവിയുടെ മകളാണ് ഫാത്തിമ. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് ആരാ? യുവാക്കൾക്ക് 2 നേതാക്കന്മാരുണ്ട്. ആരാ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഉമ്മയാണ് ഫാത്തിമ. ദുനിയാവിലും ആഖിറത്തിലും നേതാവെന്ന് ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ച അലി റളിയല്ലാഹു അൻഹയുടെ ഭാര്യയാണ് ഫാത്തിമ. ഫാത്തിമ ബീവിയുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരൂല. നമ്മള് ഇന്ന് അഹ്ലുബൈത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ തങ്ങന്മാർ, ഇവരെല്ലാവരും അവസാനം പോയി എത്തിച്ചേരുന്നത് ഒന്നുകിൽ ഹസനി പരമ്പരയിലാണ്, അല്ലെങ്കിൽ ഹുസൈനി പരമ്പരയിലാണ്. ഈ ഹസൻ, ഹുസൈൻ എന്നീ 2 പരമ്പരകളും പോയി ചേർന്ന് നിൽക്കുന്നത് അത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ഫാത്തിമ ബീവിയിലേക്കാണ്. അത്രയും നമ്മൾ ഇന്ന് ശേഷിപ്പുകളുടെ എല്ലാറ്റിന്റെയും അറ്റം പോയി നിൽക്കുന്നത് ഫാത്തിമ ബീവിയുടെ അടുക്കലാണ്. സഹനത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുടെ നേതാവാണെന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയെ പറയാൻ കാരണം, അവര് ജീവിതകാലത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ്. ആ പ്രയാസങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, ആ പ്രയാസങ്ങളിലെല്ലാം അവർക്കുണ്ടായ ഓരോ വേദനകളിലും ക്ഷമിച്ച് സഹിച്ച് ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പരാതി പോലും പറയാതെ. നമ്മളൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ റബ്ബിനോട് ഒരുപാട് പരാതികൾ അറിയാതെ പറഞ്ഞു പോകുന്ന സാധു മനുഷ്യന്മാരാണ്. എന്നാൽ ഫാത്തിമ ബീവി അങ്ങനെയല്ലായിരുന്നു. അവര് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒരാളോടും ആ പ്രയാസം പറയാറില്ലായിരുന്നു. അത് റബ്ബിന് തവക്കുൽ ചെയ്ത് റബ്ബിൽ അർപ്പിച്ച്, അതിന് നാളെ എനിക്ക് വലിയ കൂലിയുണ്ടെന്ന് ഉറപ്പിച്ച്
ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരുന്നു. അവരുടെ അലി റളിയല്ലാഹു അൻഹയുടെയും ഫാത്തിമ ബീവിയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ശരിക്കും കരളലിഞ്ഞു പോകൂലേ. പട്ടിണി കൊണ്ട് പരുവട്ടത്തിലായ ആ കുടുംബ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരു ജോലി കിട്ടി. അങ്ങനെ കുറച്ച് ദർഹം കിട്ടിയപ്പം കുറച്ച് ഗോതമ്പ് മാവുമായിട്ട് വീട്ടിൽ വരുന്ന ഒരു സമയമുണ്ട്. അന്ന് ഫാത്തിമ ബീവി വേഗം ആ ഗോതമ്പ് മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി. റൊട്ടി ഉണ്ടാക്കി കഴിച്ച് ഓരോരുത്തരും ഇങ്ങനെ ഹസനും ഹുസൈനും അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഈ റൊട്ടി ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ നേരം ഫാത്തിമ ബീവിയും അവരുടെ ഒരു റൊട്ടി എടുത്ത് വായിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് ഒരു തോന്നൽ, റബ്ബേ എന്റെ ബാപ്പ ഹബീബായ തങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമോ? വല്ലാത്തൊരു ബേജാർ. ആ വീടിന്റെ ജനലിലൂടെ നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള ഹബീബായ തങ്ങളുടെ ആ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ആ പുന്നാര മോള്. നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, നമ്മളെ വാപ്പമാര് കഴിച്ചില്ലേ നമുക്ക് കഴിക്കാൻ എന്തൊരു ബേജാറാ. അങ്ങനെ ആ പ്ലേറ്റും കൊണ്ട്, അല്ലെങ്കിൽ ആ റൊട്ടിയുമായി ഫാത്തിമ ബീവി ഹബീബായ തങ്ങളുടെ അടുക്കൽ പോകുന്നുണ്ട്. ലോകത്തിന്റെ നേതാവിന്റെ അടുക്കലാണ് ട്ടോ പോകുന്നത്. ആ നേതാവിന്റെ മോളാണേ പോകുന്നത്. അങ്ങനെ അവര് ഹബീബായ തങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ആ റൊട്ടി കൊടുക്കുന്നുണ്ട്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹബീബായ തങ്ങൾ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ച് വായിലേക്ക് വെച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ എന്റെ 3 ദിവസത്തിന്റെ ഇടയിൽ എന്റെ അന്നനാളത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണിതെന്ന്. പട്ടിണി കിടക്കുന്ന, പട്ടിണി കിടന്ന് ഈ ലോകത്തെ ഭരിച്ച മറ്റേത് നേതാവിന്റെ പേരാണ് നമുക്ക് പറയാനുള്ളത്? ആ നേതാവിനെ ഹൃദയത്തോട് ചേർന്ന് നിന്ന മറ്റേത് മകളുടെ പേരാണ് നമുക്ക് പറയാനുള്ളത്? ഹബീബായ തങ്ങളുടെ കഴുത്തിൽ കുടൽമാല, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഹബീബായ തങ്ങൾ കഷ്ടപ്പെട്ടപ്പം അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് 2 കുഞ്ഞു കൈകളുണ്ട്. ആ കുഞ്ഞു കൈകൾ ആ കുടൽമാല വലിച്ചു ഊരാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് വഴുതി വഴുതി പോയി. അവസാനം അത് വലിച്ചു പുറത്തിടുമ്പോൾ ഹബീബായ തങ്ങൾ ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പം അത് നമ്മളെ പുന്നാര മോള് ഫാത്തിമ ബീവിയായിരുന്നു. ആ മോള് പൊട്ടി 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 കരയായിരുന്നു. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വളർച്ചയും ഉയർച്ചയും കണ്ട, ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായിരുന്നു, കരളിന്റെ കഷ്ണമായിരുന്നു ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയുടെ വഫാത്തും വലിയ സംഭവ ബഹുലമാണ്. നമ്മളെല്ലാം ചരിത്രങ്ങളിൽ കേൾക്കുന്നതാണ് അല്ലെ. അവരുടെ വഫാത്ത് പോലും വലിയ സംഭവമാണ് അല്ലെ. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോ അല്ലെ, ആ ഹസനെയും ഹുസൈനെയും ഒക്കെ വേഗം നല്ല വൃത്തിക്ക് കുളിപ്പിച്ച് നല്ല അടിപൊളി വേഗം തിടുക്കത്തിൽ ഇങ്ങനെ തിരക്കാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താപ്പാ പെട്ടെന്നൊരു കുളിപ്പിക്കലും ആക്കലൊക്കെ? അതിന് 2 ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയിട്ട് ദുആ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഏതായാലും അന്ന് തിടുക്കപ്പെട്ട് അവര് കുളിപ്പിച്ച് വൃത്തിയാക്കി. അന്ന് വല്ലാത്തൊരു തിരക്കാണ്. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് മനസ്സിലായത് എങ്ങോട്ടാണ് എന്ന്. പിന്നെ കരച്ചിലാണ്, പിന്നെ കരച്ചിലാണ്. അവിടെ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും വല്ലാത്ത ജീവിതത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടിക്കുന്നുണ്ട് അല്ലെ. ഫാത്തിമ ബീവിയോട് പറയും, അറിയാതെ എന്നോട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നാളെ നീ വാപ്പാടെ അടുക്കൽ പോകുമ്പോൾ എനിക്ക് പലതും നിന്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു സാധു മനുഷ്യനാണ്. എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. നാളെ ഹബീബായ തങ്ങളുടെ അടുക്ക പോകുമ്പോൾ പറയരുതേ, പരാതി പറയരുത്, ഞാൻ നിന്നെ നോക്കിയില്ല എന്ന് പരാതി പറയരുത് എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ ബീവിയും പറയുന്നുണ്ട്, "തങ് ഞാൻ നിങ്ങളുടെ പല സംഗതികളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ തൃപ്തി ഇല്ലാതെ എനിക്ക് രക്ഷയില്ല." ഏതായാലും അത് വല്ലാത്തൊരു രംഗമായിരുന്നു. ഈ ലോകം മുഴുവനും പൊട്ടിക്കരഞ്ഞ വല്ലാത്തൊരു രംഗം. ഒരുപക്ഷെ അത് മുഴുവനും പറഞ്ഞു തീർക്കാനോ കേട്ടു നിൽക്കാനോ നമുക്ക് കഴിയില്ല. അത്രയും അത്രയും പ്രയാസജനകമായ നിമിഷങ്ങളായിരുന്നു. അവര്
അവരുടെ വാപ്പയിലേക്ക് മടങ്ങി. വാപ്പ വന്ന് വിളിച്ചു. ഞാൻ വാപ്പയിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞു. അവരുടെ മുഖം തങ്ങളല്ലാതെ മറ്റാരും കണ്ടിട്ടില്ലായിരുന്നു. ആരെയും കാണരുതെന്ന് അവർക്ക് വല്ലാത്ത നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വഫാത്തായാല് എന്റെ ഖബർ എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ആരുമില്ലാതെ രാത്രിയിലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഹബീബായ തങ്ങളുടെ സൗന്ദര്യം അങ്ങനെ തന്നെ കിട്ടിയ മകളായിരുന്നു ഫാത്തിമ ബീവി. ഖദീജ ബീവി ചെറുപ്പകാലത്ത് ഫാത്തിമ ബീവിയുടെ മുടിയൊക്കെ വാർന്നു കൊടുത്ത്, ഇങ്ങനെ നമ്മളില്ലേ പെൺകുട്ടികളുടെ മുടിയൊക്കെ ഇങ്ങനെ വാർന്നു കൊടുത്ത് ചീകി നിൽക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു, അൽഹംദുലില്ലാ ഇത് വാപ്പാടെ മൊഞ്ചത്തിയാണ്. ഏതായാലും ആ ഫാത്തിമ ബീവി അവർക്ക് കിട്ടിയ ആ സൗന്ദര്യം അത് ഭർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചവരാണ്. ഇസ്ലാമിലെ നിയമങ്ങൾ 100% പാലിച്ച് ജീവിച്ചവരാണ്. എങ്ങനെയാണ് ഒരു പെണ്ണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തന്നവരാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ആത്മീയതയിലാണെന്ന് പറഞ്ഞു തന്നവരാണ്. ബദർ യുദ്ധത്തിലെ ഹബീബായ തങ്ങളെ മുറിവുമായി വന്ന സമയത്ത് പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്ന ഒരു കുഞ്ഞു 2 കണ്ണുകളുണ്ട്. ആ കണ്ണുകളുടെ പേരും ഫാത്തിമ ബീവി എന്നാണ്. അത്രയും ചരിത്ര സംഭവത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയിൽ നമ്മുടെയൊക്കെ ഇന്ന് നമ്മൾ പാലിക്കുന്ന പല സംസ്കാരത്തിലും നമ്മളെല്ലാം ആ ഫാത്തിമ ബീവിയുടെ മക്കളാണ്. നമ്മൾ ഉമ്മയെയാണോ പറയിക്കുന്നതെന്ന് ഇടയ്ക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മള് ആ ഉമ്മയുടെ മക്കളാണെന്ന് ഇടയ്ക്ക് കൽബിലൊന്ന് ഓർത്ത് നോക്കണം. അല്ലെ? അങ്ങനല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ വാപ്പയും ഉമ്മയും പറയിപ്പിക്കുന്ന പരിപാടിയാകുമ്പോ നമ്മൾ ചെയ്യോ? നമ്മളെ കുടുംബത്തിനെ പറയിപ്പിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യലുണ്ടാവും? ഇല്ല. നമ്മുടെ ഉമ്മയാണ് ഫാത്തിമ ബീവി. ഓരുടെ ഓരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയണം അല്ലേ? ഓരുടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവുകളെ നമുക്ക് 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 ഫോളോ ചെയ്യാൻ കഴിയണം അല്ലേ? അപ്പോഴാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുക. അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയപ്പോഴാ അവർ ചെയ്ത പോലെ ചെയ്യുമ്പോഴാണ്, അവര് കാണിച്ചു തന്ന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. അങ്ങനല്ലേ അവരെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ പുതിയ കാലത്തെ മക്കൾ ആരെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയൂല. ആരെയൊക്കെയോ ഫോളോ ചെയ്ത് അവര് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഹബീബായ തങ്ങളെ ഫോളോ ചെയ്യണം. ഹബീബായ തങ്ങളുടെ മക്കളെ ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ ഫോളോയിങ് അല്ലേ? ഫാത്തിമ ബീവിയെ ഫോളോ ചെയ്ത ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വർഗം കിട്ടാണ്ടിരിക്കും? ഒരിക്കലും ഇല്ല. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രയും വലിയ മഹതിയാണ് ഹബീബായ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയുടെ മക്കളാണ് നമ്മളെന്ന്, നമ്മൾ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മക്കളാണ്. ആ മക്കളായിരിക്കുന്ന നമുക്ക് എത്രത്തോളം ഫാത്തിമ ബീവിയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അവര് അവരുടെ മുഖം ഭർത്താവിനല്ലാതെ മറ്റാർക്കും കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അത് പ്രായോഗികമാക്കാൻ കഴിയുന്നുണ്ട്. മാക്സിമം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ആരെയാണ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഉമ്മയല്ലേ? ആരെയാണ് വിഷമിപ്പിക്കുന്നത്? നമ്മളെ ഉമ്മയല്ലേ? ഏതായാലും ഇന്ന് SM ടോക്കില് ഫാത്തിമ ബീവിയാണ് കഥ. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ചലഞ്ചും അത് തന്നെയാണ്. ഇന്ന് നിങ്ങൾ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണ്, ആണ്ട് ദിവസമാണ്. ഇന്ന് ഫാത്തിമ ബീവിയുടെ പേരിൽ നിങ്ങൾ എത്ര ഫാത്തിഹ ഓതും? സിമ്പിൾ. നിങ്ങൾ എത്ര ഫാത്തിഹ ഓതും? ഇതാണ് ചലഞ്ച്. ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഓതാൻ കഴിയുന്ന ഫാത്തിഹ എത്രയാണ് എന്ന്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ഫാത്തിഹ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കുക. റെഡിയല്ലേ? ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്റെ പുന്നാര ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇത്ര ഫാത്തിഹ ഓതുവെന്ന്. ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞെന്ന് നിർത്തുന്നു. എല്ലാവരും ദുആ ചെയ്യുക. ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മളെ മൈൻഡ് ട്യൂണിലെ എല്ലാവരെയും നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ, താങ്ക് യു.